1997 നവംബർ 20 ബാംഗ്ലൂർ ആശ്രമം. ജ്ഞാനദളം 128. അഹംഭാവം. എപ്പോഴാണ് അഹംഭാവം പ്രകടമാകുന്നത്? 1. നിങ്ങൾക്ക് ശ്രദ്ധ കിട്ടാത്തപ്പോൾ. 2. നിങ്ങളുടെ ശ്രദ്ധ കിട്ടാത്തപ്പോൾ. 3. നിങ്ങൾക്ക് ശ്രദ്ധ കിട്ടുമ്പോൾ. ഭാരം, അസ്വസ്ഥത, ഭയം, പരിഭ്രാന്തി എന്നിവയ്ക്ക് അഹംഭാവം കാരണമാകുന്നു. അഹംഭാവം നിങ്ങളുടെ ശരിയായ പ്രകടനം തടസ്സപ്പെടുത്തുന്നു. അഹംഭാവം വേറെയാകലാണ്, സ്വാത്മബോധമില്ലായ്മയാണ്. തെളിയിക്കാനും സ്വന്തമാക്കാനുമുള്ള അഭിവാഞ്ചയാണ്. അഹംഭാവത്തിന് ശുഭകരമായ ഒരു വശം കൂടിയുണ്ട്. അത് മുമ്പോട്ട് നീങ്ങാനുള്ള വലിയൊരു ശക്തിയാണ്. നിങ്ങളുടെ ചേതനയെ ഉയർത്തി മഹനീയമായ പ്രവൃത്തികൾ ചെയ്യാനുള്ള പ്രചോദനമാകാൻ അതിന് കഴിയും. മിക്ക പാരിതോഷികങ്ങളും അംഗീകാരങ്ങളും അഹംഭാവത്തെ വളർത്തുന്നു. എന്നാലും നിങ്ങൾക്ക് അഹംഭാവമുള്ള വ്യക്തിയെ സഹിക്കാനാവില്ല. അവർ നിങ്ങൾക്ക് അലോസരമുണ്ടാക്കും. അജ്ഞതയിൽ നിന്നാണ് അഹംഭാവം ഉടലെടുക്കുന്നത്. അവരോട് വെറുപ്പ് തോന്നുന്നതിനു പകരം അവരോട് കരുണയുള്ളവരാകൂ. നിങ്ങൾ ആരാണ് എന്ന അഗാധമായ അന്വേഷണം ഒന്നും തെളിയിക്കാനില്ലെന്നും ഒന്നും സ്വന്തമാക്കാനില്ലെന്നുമുള്ള തിരിച്ചറിവിലേക്ക് നിങ്ങളെ എത്തിക്കുന്നു. ഈ ഉൾക്കാഴ്ച നിങ്ങളെ അഹംഭാവത്തിനപ്പുറത്തുള്ള നിലനിൽപ്പിന്റെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുന്നു. നിങ്ങൾ ജനിക്കുമ്പോഴുണ്ടായിരുന്ന സ്വാഭാവികമായ അവസ്ഥയിലേക്ക് അത് നിങ്ങളെ എത്തിക്കുന്നു. ഈശ്വരനെ വിചാരിച്ച് അഹംഭാവം കൈവിടാതിരിക്കൂ. ജയ് ഗുരുദേവ്.